നമുക്ക് അരമണിക്കൂർ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. 3 പുസ്തകങ്ങളുടെ പ്രകാശനം ആണ് ഈ വേദിയിൽ നടക്കുന്നത്. ഈ പുസ്തക പ്രകാശന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ്. എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാന കാലം തൊട്ട് തന്നെ ഷംസീറേട്ടനോട് വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ആ ഓർമ്മകളാണ് ഇപ്പം ഷംസീറേട്ടൻ ഈ വേദിയിലിരിക്കും പെട്ടെന്ന് വരുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഷംസീറേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഗോപൻ സഖാവാണ്, PK ഗോപൻ. ഗോപനെ ഈ വേദിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പരിചയപ്പെടുന്നത് ഡോക്ടർ അനിത ഐസക്കാണ്. എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാന കാലഘട്ടങ്ങളിൽ 10-15 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതാണ്. അനിതനെ ഈ വേദിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശനം ചെയ്യാൻ എത്തിയിരിക്കുന്ന കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ പുസ്തകം ഏറ്റുവാങ്ങുന്ന മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ SR ലാലാണ്. ലാലേട്ടനെ ഈ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്ത പുസ്തകം ഭൂപടം വരയ്ക്കുന്ന ഉച്ചനേരങ്ങളിൽ പ്രകാശനം ചെയ്യുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും മാധ്യമപ്രവർത്തനവുമായ GS പ്രദീപാണ്. പ്രദീപേട്ടനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് ആശംസ അറിയിപ്പിക്കുന്ന എഴുത്തുകാരൻ മകേഷ് മാണിക്യം, കാരക്കാമണ്ഡപം വിജയകുമാർ, KG സൂരജ്, ശ്രീവരാഹ മുരളി എന്നിവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ മുഖ്യ സാന്നിധ്യങ്ങളാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളവർ. ഡോക്ടർ KB ശെൽവമണി, വിനോദ് വൈശാഖി, പ്രസാദ് കൂടാളി എന്നിവരെ ഈ യോഗത്തിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് അധ്യക്ഷനെ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. വളരെ ബഹുമാന്യനായ ആദരണീയനായ നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ, ശ്രീ GS പ്രദീപ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ പുസ്തകങ്ങൾ ഒന്നും തന്നെ നേരിട്ട് കണ്ടതല്ല. 3 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം എന്ന തരത്തിൽ ആമുഖമായി ഒന്നും തന്നെ പറയുന്നില്ല. അധ്യക്ഷൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുകയും ചെയ്യാം, പ്രസംഗിക്കാതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് രണ്ടാമത്തെ സൗകര്യം തൽക്കാലം ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാന്യനായ ശ്രീ AN ഷംസീറിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ PK ഗോപൻ, വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി, ഇത് ഞങ്ങളതല്ല, ഇത് ഏതോ പേരാണ് വെച്ചിട്ടുള്ളത്. വേദിയിലുള്ള ബഹുമാന്യരെ, പാപ്പാത്തി ബുക്സിൻ്റെ 3 പുസ്തകങ്ങളിവിടെ പ്രസാധനം ചെയ്യുകയാണ്. ഈ 3 പുസ്തകങ്ങളും സാധാരണ നിലയിൽ പ്രസാധകനെ ആരാണോ പ്രസാധനം ചെയ്യുന്നത് അദ്ദേഹത്തിനൊരു കോപ്പി നൽകി അതിൻ്റെ ഉള്ളടക്കം ഒന്ന് നോക്കാൻ പോലുമുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുമില്ല. വളരെ ഹോണസ്റ്റായി പറയാലോ. അപ്പം അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ പ്രസാദ് വിദ്യാർത്ഥിക്കാലം മുതൽ വ്യക്തിപരമായ അടുപ്പവും സ്നേഹമുള്ള ആളാണ്. ഗ്രന്ഥശാല പ്രവർത്തകനും വിദ്യാർത്ഥി സംഘടന SFIയുടെ വളരെ തീപ്പൊരി നേതാവുമായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം പഠിച്ചത് SFI ജയിക്കാത്തൊരു ക്യാമ്പസിലായിപ്പോയി എന്നുള്ളതാണ്. SFI ജയിക്കാത്ത ക്യാമ്പസിൽ SFIയോടൊപ്പം എല്ലാ പ്രതികൂല സാഹചര്യത്തിലും സഞ്ചരിച്ച വ്യക്തിയാണ് ശ്രീ പ്രസാദ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രസാദ് ഇങ്ങനൊരു പുസ്തകം പ്രസാധനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പം ഞാൻ ഏൽക്കാൻ കാരണം. അദ്ദേഹത്തെ നമുക്ക് ജയിപ്പിക്കാനോ പറ്റിയില്ല. കോളേജിൽ സ്ഥിരമായി SFIയുടെ UC സ്ഥാനാർത്ഥിയും സ്ഥിരമായി തോക്കുന്ന ആളുമാണ്. അപ്പോൾ കോളേജിൽ ജയിപ്പിക്കാൻ സാധിക്കാത്ത പ്രസാദിന് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തെങ്കിലും
ഒരു സഹായിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രസാദന ചടങ്ങ് ഞാൻ ഏറ്റത്. രണ്ടാമത്തത്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വിനോദ് വൈശാഖിയാണ്. ഞാനല്ല പ്രസാധകൻ. പ്രസാദനം ചെയ്യേണ്ടത് ഹരിയേട്ടനാണ്. അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇവിടെ കയറുമ്പോഴാണ് പറയുന്നത്. സ്വാഭാവികമായും ഒരു പുസ്തകം പ്രസാദനം ചെയ്യേണ്ട, ഒരു പുസ്തകം എഴുതിയ ഒരാൾ അയാളുടെ പുസ്തകം പ്രസാദനം ചെയ്യാൻ ആളില്ലാതെ അനാഥമായി പോരുന്നുള്ളത് കൊണ്ട് അതും ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ 3 പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആളുകളുണ്ട്. ഈ 3 പുസ്തകങ്ങളും നിങ്ങൾക്കറിയാം 30 മിനിറ്റാണ്. സ്റ്റേജിൽ എല്ലാവരും പ്രസംഗിച്ചാൽ 300 മിനിറ്റ് വേണ്ടി വരും. നേരത്തെ ഗോപേട്ടൻ പറഞ്ഞ പോലെ അധ്യക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസാരിക്കാനും സംസാരിക്കാതിരിക്കാനുമുള്ള ഒരു റൈറ്റ് ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതുകൊണ്ട് ഉദ്ഘാടകൻ അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് ഉദ്ഘാടകൻ പുസ്തകത്തിലേക്ക് പോവാതെ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും പാപ്പാത്തി ബുക്സ് പ്രസാധകന്മാർ നല്ല രീതിയിൽ ഒരുപാട് പുസ്തകങ്ങൾ പ്രസാദനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. പാപ്പാത്തി ബുക്സിൻ്റെ ഈ 3 പുസ്തകങ്ങളും നിങ്ങളെല്ലാം അനുവാദത്തോടെ പ്രസാദനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അടുത്ത പുസ്തക പ്രകാശനമാണ്. KB സെൽവമണി എഡിറ്റ് ചെയ്ത വരച്ചിട്ടും വരച്ചിട്ടും ചുമരിൽ പതിയാത്ത ചിത്രങ്ങൾ പുസ്തക പ്രകാശനമാണ്. ആദ്യം പുസ്തകം പ്രകാശനം ചെയ്യാൻ ഡോക്ടർ PK ഗോപനെയും ഏറ്റുവാങ്ങാൻ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ SR ലാലിനെയും ക്ഷണിക്കുന്നു. അടുത്തത് വിനോദ് വൈശാഖി എഴുതിയ ചായക്കടപ്പുഴ പ്രകാശനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഷംസീറേട്ടനാണ്. ഏറ്റുവാങ്ങുന്നത് SR ലാൽ. അടുത്തത് ഭൂപടം വരയ്ക്കുന്ന ഉച്ചനേരങ്ങളിൽ നാം എഴുതിയത് പ്രസാദ് കോടാലി, പ്രകാശനം ചെയ്യുന്നത് GS പ്രദീപ്, ഏറ്റുവാങ്ങുന്നത് ഷംസീറേട്ടൻ. അടുത്തതായിട്ട് പുസ്തക പരിചയമാണ്. പുസ്തക പരിചയത്തിനായിട്ട് ഡോക്ടർ അനിത ഐസക്കിനെ ക്ഷണിക്കും. ബഹുമാന്യനായ നിയമസഭ സ്പീക്കർ ശ്രീ AN ഷംസീർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികളെ, പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുവാനാണ് എന്നിൽ നിഷ്കർഷമായിരിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വം. സാമൂഹിക രംഗത്തെ എല്ലാ കാലത്തും പുസ്തകങ്ങൾക്കുള്ള പങ്ക് ഞാൻ സൂചിപ്പിക്കാതെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രസാധകൻ ബഹുമാന്യനായ സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ സന്ദീപ്. സന്ദീപിൻ്റെ പാപ്പാത്തി പുസ്തകങ്ങൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പ്രസാധകൻ വളരെ വലിയ തോതിലുള്ള അർഹതയ്ക്ക് അംഗീകാരം നേടുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനാർഹമായ ഒരു കാര്യമായി കാണുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ അദ്ദേഹം എഴുത്തു മേഖലയിലും കവിതയുടെ മേഖലയിലുമൊക്കെ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ആ കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിന് പുസ്തകങ്ങളോടുള്ള താല്പര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുകയും ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഈ പ്രസാധക ഈ ഒരു ഗ്രൂപ്പിന് തന്നെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇവിടെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസാദ് കൂടാളിയുടെ പുസ്തകമാണ്. ഭൂപടം വരയ്ക്കുന്ന ഉച്ചനേരങ്ങളിൽ നാം എന്ന കവിത. അദ്ദേഹത്തിൻ്റെ മറ്റു പല പുസ്തകങ്ങളും നമ്മൾ ഓരോരുത്തരും കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. കവിതയിലൂടെ അദ്ദേഹം ഈ ഒരു സമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പല ചോദ്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ആധികാരികമായ കവിത എന്ന് പറയുന്നത് നിശബ്ദതയിലാണ് എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെയധികം ഊന്നിപ്പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയാത്മകമായ നിശബ്ദതയോളം
മികച്ച കവിത മറ്റൊന്നുമില്ല എന്നുകൂടി അദ്ദേഹം ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെയിലും മഴയും കാക്കയും പൂച്ചയും എല്ലാം നമുക്ക് വളരെ സുപരിചിതമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും. അത് സുപരിചിതമല്ലാതാകുന്ന ഒരു കാലഘട്ടത്തെ കൂടി ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഈ കവിതയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കവിതകൾ ഉണ്ടായിട്ടുണ്ട്. ആ കവിതകളൊക്കെ തന്നെ സമൂഹത്തെ വളരെയധികം മാറ്റിമറിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പല കവികളുടെയും കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതി കുമ്മിയായാലും കുമാരനാശാൻ്റെ പല കവിതകളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് അകത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടും ഉണ്ടായിട്ടുള്ള അറിഞ്ഞും അറിയപ്പെടാതെയും പോയിട്ടുള്ള അനവധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ പുസ്തകത്തിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് വായനക്കാരിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വളരെ സ്വീകാര്യത കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ ആകാംക്ഷാപൂർവ്വം ഞാനും കാത്തിരിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ അടിച്ചു വരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് കൂടി ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഈ വേദിയിൽ ഇന്ന് പ്രകാശനം നടത്തിയിട്ടുള്ളത് വരച്ചിട്ടും ചുമരിൽ പതിയാത്ത ചിത്രങ്ങൾ എന്നുള്ള പുസ്തകമാണ്. ഡോക്ടർ കെ ബി ശെൽവമണി സാറിൻ്റെ പുസ്തകമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗവൺമെൻറ് കോളേജ് അധ്യാപകൻ കൂടിയ അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. മലയാളത്തിലെ പ്രമുഖരായ 10 ചെറുകഥാ കൃത്തുക്കളുമായി നടത്തിയിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് ഈ പുസ്തകത്തിലുടനീളം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. വരച്ചിട്ടും ചുമരിൽ പതിയാത്ത ചിത്രങ്ങൾ എന്ന പേരിൽ ഈ പുസ്തകം നിങ്ങൾക്ക് മുന്നിലേക്ക്, വായനക്കാരുടെ ആസ്വാദകരുടെ മുന്നിലേക്ക് ഇന്ന് മുതൽ എത്തുകയാണ്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ എൻ്റെ പുസ്തകങ്ങൾ ഇരുട്ടലമാരിയിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം ഈ പുസ്തകത്തിനകത്തുണ്ട്. ബി മുരളിയുടെ എഞ്ചുവടിക്കൊപ്പം ഞാനില്ല എന്ന് പറയുന്നൊരു ഭാഗം കൂടിയുണ്ട്. CS ചന്ദ്രികയുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് രാഷ്ട്രീയമായ അർത്ഥമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സംവാദങ്ങൾ ഈ പുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വിപ്ലവത്തെ കാൽപ്പനികവൽക്കരിക്കുന്ന മാധ്യമ തന്ത്രങ്ങളെക്കുറിച്ച് വിനു എബ്രഹാം ഈ പുസ്തകത്തിനകത്തുകൂടി നമ്മളോട് സംവദിക്കുന്നുണ്ട്. എബ്രഹാം മാത്യു കുമ്പസരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗം കൂടി എബ്രഹാം മാത്യുവുമായിട്ടുള്ള സംവാദനം ഈ ഒരു പുസ്തകത്തിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. രചനയെ ദൃശ്യവൽക്കരിക്കുന്ന ആഖ്യാനത്തെക്കുറിച്ച് മധുപാൽ ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായി എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, വ്യാജ ഇടതുപക്ഷം ക്രിമിനലുകളെക്കാൾ ഭീകരമാണെന്ന് സന്തോഷ് എച്ചിക്കാനം അഭിപ്രായപ്പെടുന്നുണ്ട്. ആ ഒരു പരസ്പരം സംവാദം കൂടി ഈ പുസ്തകത്തിൽ വരുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രശസ്തമായ അല്ലെങ്കിൽ പ്രസക്തി ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വരച്ച് കാട്ടുവാൻ വേണ്ടിയിട്ട് ഈ പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, കൽബുർഗി കൊല്ലപ്പെടുന്ന കാലത്ത് കുമാരനാശാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പു നൽകാനാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് SSR ലാൽ ഈ പുസ്തകത്തിനകത്തുകൂടി. അങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ വേണ്ടി എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. മറ്റൊന്ന്, ഞാൻ സ്ത്രീ വിദ്വേഷിയായ എഴുത്തുകാരിയാണോ എന്ന് ഇന്ദുമേനോൻ ചോദിക്കുകയാണ്. ആ ഒരു ഭാഗം കൂടി ഈ പുസ്തകത്തിന് വളരെയധികം കാമ്പ് നൽകുന്ന ഒരു ഭാഗമായി എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനമായി കാരിസ്മാറ്റിക് കഥകൾ പറയാനുണ്ടെന്ന് പ്രമോദ് രാമൻ ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സാഹിത്യ പ്രതിഭകളുടെയും സമൂഹത്തിൻ്റെ എഴുത്ത് വായന രീതികളുടെ എല്ലാം പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു പുസ്തകമായിട്ടാണ് എനിക്കിതിനെ കാണുവാനായി കഴിഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ രാഷ്ട്രീയ മനോഭാവം വളരെ കൃത്യമായ രീതിയിൽ ഈ പുസ്തകത്തിനകത്ത് ഈ 11 വ്യക്തികളിലൂടെ എടുത്തു കാണിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എന്താ പറയുക, അംഗീകാരം ലഭിക്കുന്ന ഒരു പുസ്തകമായി ഈ പുസ്തകത്തിന് മാറുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞത്. മൂന്നാമതായി ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ള വിനോദ് വൈശാഖിയുടെ ചായക്കടപ്പുഴ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. കവിയും പ്രഭാഷകനുമൊക്കെയായി കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ് വിനോദ് വൈശാഖി. നാട്ടിൻപുറത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് ചായക്കടപ്പുഴയെ എനിക്ക് വിലയിരുത്താനായി സാധിച്ചത്. ആസ്വാദകരുടെ മുന്നിലേക്ക് എനിക്ക് പറയുവാനുള്ളതും അതുതന്നെയാണ്. അതായത് ഒരു വൈശാഖിയുടെ കവിതകളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഉള്ളതാണെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടിൻപുറത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ ശക്തി വെളിവാക്കുന്ന രീതിയിലേക്ക് വിനോദ് വൈശാഖിക്ക് കവിതകൾ എഴുതുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്.
എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലൊരു നാട്ടിൻ പുറത്തുകാരനുണ്ട്. ഞാനടക്കമുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലതുണ്ട്. എന്നാൽ ആ മലയാള ഭാഷ അറിയാവുന്ന എല്ലാവരെയും നമ്മളുടെ ആ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകം വായിച്ച് വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം ഈ 3 പുസ്തകങ്ങൾ ഇന്ന് നമ്മളുടെ വായനക്കാർക്കിടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ച് വൈശാഖി സൂചിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ആളുകളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളും അതല്ലെങ്കിൽ ആ അരാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു സൂചിപ്പിക്കുന്ന പുസ്തകങ്ങളായിട്ടാണ് മറ്റ് 2 പുസ്തകങ്ങളും എനിക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഈ 3 പുസ്തകങ്ങൾ നിങ്ങൾ ഏവരും വായിക്കുകയും അഭിപ്രായങ്ങൾ കുറിക്കുകയും ചെയ്യണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഡോക്ടർ GS പ്രദീപ് സംസാരിക്കും. കർമ്മവിശുദ്ധിയുള്ളവരുടെ വഴിയിൽ അനുധാവനം ചെയ്യുന്നതാണ് ഏറ്റവും മികവാർന്ന മര്യാദ എന്ന് മനസ്സിലാക്കുന്നതിനാൽ കേരളത്തിലെ നിയമസഭയുടെ സജീവ ചൈതന്യമായ ഈ സഭാനാഥൻ സ്പീക്കർ ശ്രീ ഷംസീറും ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായ ആദരണീയ വാഗ്മി കൂടിയായ ശ്രീ PK ഗോപനും സൂചിപ്പിച്ച കുറഞ്ഞ സമയം എന്ന മാർഗം പിന്തുടരുന്നതാണ് ഏറ്റവും ശരിയായ കാര്യം എന്നതിനാൽ പ്രഭാഷണമില്ല. മാത്രമല്ല, ഒരു പുസ്തക പ്രകാശന ചടങ്ങ് എന്നത് ഒരു കുഞ്ഞിൻ്റെ പിറന്നാൾ പോലെയാണ്. കുഞ്ഞിൻ്റെ മികവുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പിന്നീടാണ്. പ്രകാശിക്കപ്പെടുന്ന വേളയിൽ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതിനകത്തൊരു വലിയ അനൗചിത്യമുണ്ട്. വായിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന പുസ്തക ചർച്ചകളാകണം പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. പ്രസാദ് കൂടാളി എന്ന പ്രിയങ്കരനായ സുഹൃത്ത്, സഹോദരൻ, ഏറെ പ്രിയപ്പെട്ട സഖാവ് രചിച്ച ഭൂപടം വരയ്ക്കുന്ന ഉച്ചനേരങ്ങളിൽ നാം എന്ന കവിതയുടെ പ്രകാശനമാണ് ആഹ്ലാദത്തോടെ നിർവഹിച്ചത്. കവിത നമുക്കറിയാവുന്നതുപോലെ നന്നായി ഗംഭീരമായ ഭക്ഷണം കഴിച്ച് 4 കൂട്ടി മുറുക്കി ശൃംഗാര രസപ്രധാനമായി രചിച്ച ശ്ലോകങ്ങൾ ഉച്ചത്തിൽ ചൊല്ലിക്കേട്ട് ആസ്വദിച്ചിരുന്ന നമ്പൂതിരി കവികളുടെ പൂണൂരിൽ തെരുപ്പിടിപ്പിച്ച വിരലുകൾക്ക് താളമിടാനുള്ള ഉപാധി മാത്രമായിരുന്ന കാലത്തിൽ നിന്നും ആശാനിലൂടെ ഇതര കാവ്യ ആഷാഢ മേഘങ്ങളിലൂടെ മുക്തമായ കാവ്യ സംസ്കൃതിയാണ് നമുക്കെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇന്നും മലയാള കവിത പലപ്പോഴും സോക്കോൾഡായ കാൽപ്പനിക യാഥാസ്ഥിതിക കുന്നിൻ ചെരുവുകളിൽ മാറാല പിടിച്ച് കിടക്കുന്നുണ്ട്. മുളങ്കാട് എന്നുള്ള കവിതയിൽ വയലാർ അവസാനിപ്പിച്ച വരികൾ ഓർത്തുപോകുന്നത് അതുകൊണ്ടാണ്. മാറാല കെട്ടുമാ കുന്നിൻ ചെരുവിലെ മാലാഖ നിന്ന് പരുങ്ങുന്ന കണ്ടു ഞാൻ, മാറാലയം കൊണ്ട് ദൂരേക്കു പോകുക മാലാഖമാരെ വരുന്നു വരുന്നു ഞാൻ എന്നാണ്. മാറാലയും കൊണ്ട്, കാവ്യ യഥാസ്ഥിതികതയുടെ മാറാലയും കൊണ്ട് ദൂരേക്ക് പോവാൻ സോക്കോൾഡ് മാലാഖമാരോട് ആവശ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിലെ കവിതയുടെ സ്വഭാവമുള്ള പ്രസാദിൻ്റെ കവിതകളുടെ സമാഹാരത്തിന് അഭിവാദ്യങ്ങൾ. 6 വരിയോ 8 വരിയോ ഉള്ള ഗാന്ധി എന്ന കവിത വായിക്കുകയാണ് ഇതിൽ ഉത്തമം. ഗാന്ധി പഠിക്കുന്ന കാലത്ത് ഗാന്ധി ഒരു ഉത്തരമായിരുന്നു. ഇന്ന് വലിയൊരു ചോദ്യചിഹ്നം. പാഠപുസ്തകത്തിൽ നിന്ന് ആ വെടിയൊച്ചകൾ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഒറ്റ ചോദ്യം ബാക്കിയാവുന്നു: ഗാന്ധിയെ കൊന്നതോ സ്വയം മരിച്ചതോ? ഇപ്പോൾ ഉത്തരത്തിൽ ചോദ്യചിഹ്നം പോലെ തൂങ്ങി നിൽക്കുന്നു ഗാന്ധി. ഉത്തരം കണ്ടെത്തുക കൂടിയാണ് ഈ കാലത്തിൽ കവിയുടെ ദൗത്യമെന്ന് ഓർമ്മിപ്പിച്ച് പ്രിയങ്കരനായ പ്രസാദിന് അക്ഷര അഭിവാദ്യങ്ങൾ. നമുക്ക് സമയം വളരെ കുറവാണ്. നമുക്ക് ഇനിയുള്ള ആൾക്കാർ വളരെ കുറച്ച് വാക്കുകളിൽ സംസാരം നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ SR ലാലിനെ വേദിയിലേക്ക് ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. 2 പുസ്തകങ്ങളാണ് ഏറ്റുവാങ്ങിയത്. ഒന്ന് ഏറ്റവും പ്രിയപ്പെട്ട KB ശലോമി മാഷിൻ്റെ വരച്ചിട്ടും ചുമരിൽ പതിയാത്ത ചിത്രങ്ങൾ. അതൊരു അഭിമുഖങ്ങളുടെ, മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ അഭിമുഖങ്ങളുടെ സമാഹാരമാണ്. ഇത് എഴുത്തുകാരൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും വിദഗ്ധമായി കടന്നു കയറാൻ പറ്റുന്ന ഒരു ചാരനാണ് ഈ KB ശലോമണി എന്ന് പറയുന്ന മനുഷ്യൻ. അത് ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. മറ്റൊന്ന് പ്രിയപ്പെട്ട കവി വിനോദ് വൈശാഖി മാഷിൻ്റെ ചായക്കടപ്പുഴ എന്ന് പറയുന്ന കവിതാ സമാഹാരമാണ്.
ഞങ്ങളുടെ ഒരു ചായക്കടയെ, നമ്മുടെ നാട്ടിലെ ഒരു ചായക്കടയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് യഥാർത്ഥത്തിൽ ചായക്കട പുഴ. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ചായക്കടയിൽ പണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ചിത്രം, അവിടെ ഉണ്ടായിരുന്നത് മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ലെനിൻ്റെയും AKGയുടെയും ചിത്രങ്ങളുള്ള ഒരു ചായക്കട ഞാൻ കണ്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു എഴുത്തും അവിടെ ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമേ ഇവിടെ ചായ ലഭിക്കുള്ളൂ എന്നുള്ളൊരു എഴുത്തായിരുന്നു. ആ ചായക്കടയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് ഈ ചായക്കട പുഴ. ഒരു നദിയുടെ തീരത്ത് ഉണ്ടായിരുന്ന ഒരു ചായക്കട. അവിടെ മാക്സും എംഗൽസും ഒന്നും ഇല്ല, നസീറിൻ്റെ പടം പതിപ്പിച്ച ഒരു ചായക്കട. അവിടെ വളരെ നീളത്തിൽ ചായ ഒഴിക്കുന്ന ഒരു മനുഷ്യൻ. അവിടെ നിന്നാൽ കവി പറയുന്നത് വളരെ ചെറിയ മർമ്മരം, പ്രകൃതിയുടെ മർമ്മരവും പുഴയുടെ ശബ്ദവും, വിത്ത് പൊട്ടുന്ന ശബ്ദം പോലും കേൾക്കാവുന്ന ഒരു കവിയുടെ ഒരു ചായക്കട. അവിടെ അത് പുഴ പോലെ എങ്ങോ പോയി മറഞ്ഞു. ആ ചായ കടിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനും എവിടെയോ പോയി കഴിഞ്ഞു. പക്ഷേ കവി ഇവിടെ ബാക്കിയാവുന്നു. നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ് ആ ചായക്കടയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ചായക്കട പുഴയിലൂടെ കവിതകളിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാം. എല്ലാവർക്കും നന്ദി. അടുത്തായിട്ട് ആശംസ പറയുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി VS ബിന്ദുവിനെ ഹൃദയത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വരച്ചിട്ടും വരച്ചിട്ടും ചുമരിൽ പതിയാത്ത ചിത്രങ്ങളെ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചെടുക്കുന്നതിന് ഡോക്ടർ KB ശെൽവമണി എന്ന എഴുത്തുകാരൻ ശ്രമിച്ചിരിക്കുന്നു. ആശംസകൾ. വറ്റാത്ത ചായക്കടപ്പുഴയിൽ നീന്തി നടക്കാൻ നമുക്കാവട്ടെ എക്കാലവും എന്ന് വിനോദ് വൈശാഖി ഓർമ്മിപ്പിക്കുന്നു. ആശംസകൾ. ഭൂപടങ്ങൾ വരയ്ക്കുന്ന ഉച്ചനേരങ്ങളിൽ നാം അതെന്താണ് എന്ന് തിരിച്ചറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഭൂപടങ്ങളുടെ മുറിഞ്ഞുപോയ ആ കാലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരന് ആശംസകൾ. ഒപ്പം പുസ്തകങ്ങളെല്ലാം നമ്മുടെ കൈകളിൽ എത്തിച്ച പാപ്പാത്തിക്ക് സന്ദീപിന് ആശംസകൾ. വായിച്ച് പ്രചരിപ്പിക്കുക. അടുത്തതായി പൂക്കാസയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സഖാവ് KG സൂരജനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിനോദ് വൈശാഖി, ഡോക്ടർ KB ശെൽവമണി, പ്രസാദ് കൂടാളി, 3 എഴുത്തുകാർ, 3 പേരെയും ഏറ്റവും ഊഷ്മളമായി അഭിവാദനം ചെയ്യുന്നു. ഏറ്റവും മികച്ച കെട്ടിലും മട്ടിലും ഏറ്റവും മികവ് പുലർത്തുന്ന പ്രസാധന രംഗത്തെ സമാന്തരമെന്നോ ഒക്കെ തന്നെ വിശേഷിപ്പിക്കാവുന്ന പ്രിയപ്പെട്ട പാപ്പാത്തിയെയും സന്ദീപിനെയും ഊഷ്മളമായി അഭിവാദനം ചെയ്യുന്നു. പ്രിയങ്കരനായിട്ടുള്ള വിനോദ് വൈശാഖിയുടെ കവിതകൾ സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. അതിൽ സ്വച്ഛന്തം ഒഴുകുന്ന ഒരു പുഴയെ കാണാം. അത് നമ്മെ കടലിലേക്ക് നയിക്കുന്നു. കൊടുങ്കാറ്റ്, എന്തും കടപുഴക്കുന്ന കൊടുങ്കാറ്റ് നമ്മെ ഉറപ്പായും ഫീൽ ചെയ്യിപ്പിക്കും. ഇലകളുടെ മർമ്മരം ആ കവിതകളിൽ ഉണ്ട്. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ചായക്കട പുഴ എന്ന കവിതാ സമാഹാരം പാരിസ്ഥിതിക രാഷ്ട്രീയത്തിൻ്റെ സ്ത്രീപക്ഷ നിലപാടുകളുടെ അതിൻ്റെ എല്ലാം തന്നെ ആകത്തുകയായ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെയാണ് പ്രധാനമായും പ്രമേയവൽക്കരിക്കുന്നത്. കവിതയുടെ സൗന്ദര്യശാസ്ത്രം വൈവിധ്യമായ നിലകളിൽ ഉള്ളടക്കം ചെയ്യുന്ന കവിയെ അഭിവാദനം ചെയ്യുന്നു. ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട എല്ലാ കൃതികളും നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട്. കൂടുതൽ വായന അതിന് ആവശ്യമുണ്ട്. ആശംസകൾ. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് ആശംസ പറയാൻ മഹേഷ് മാണിക്യം ക്ഷണിക്കുന്നു. പ്രിയ അധ്യക്ഷൻ, പ്രിയ സൗഹൃദങ്ങളെ, ചുരുക്കം സമയമുള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. 3 പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പുസ്തകത്തിൻ്റെ രൂപഭംഗിയിലും ഘടനയിലും അതിമനോഹരമായ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ കഴിഞ്ഞ പാപ്പാത്തി ബുക്സിന് ഞാൻ സ്നേഹപൂർവ്വം ആശംസകൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയ സൗഹൃദങ്ങളായ നമ്മുടെ ശെൽവമണി മാഷിനും പ്രിയപ്പെട്ട സുഹൃത്ത് വിനോദ് വൈശാഖിക്കും നമ്മുടെ കൂടാളി മാഷിനൊക്കെ തന്നെ ഞാൻ സ്നേഹപൂർവ്വം
നല്ലൊരു ആശംസയും ഈ പുസ്തകങ്ങൾക്കൊക്കെ തന്നെ നല്ലൊരു വായനാ അനുഭവം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ശ്രീ വരാഹ മുരളീനെ ഹൃദയത്തിൻ്റെ ഭാഷ. പ്രിയമുള്ളവരെ, 3 സുഹൃത്തുക്കളുടെ പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശിതമായിരിക്കുന്നത്. വർത്തമാനകാല ജീവിതത്തിൽ പുസ്തകങ്ങൾ നമ്മുടെ സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. വായനയെയും വായനയുടെ ജനാധിപത്യത്തെയും അതുയർത്തുന്ന പ്രതിരോധത്തെയും ഈ കാലഘട്ടം വല്ലാതെ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വായന കൊണ്ട് സാമൂഹ്യ ചിന്തകളെ ഉയർത്തി നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ ബോധങ്ങളെ ആകെ പുഷ്കലമാക്കേണ്ടുന്ന ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രകാശിതമായ 3 പുസ്തകങ്ങളും മനുഷ്യനെ വായനയിലൂടെ കൂടുതൽ നവീകരിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രസാദ് കൂടാളിയുടെ കവിതാ സമാഹാരവും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കവിയും എഴുത്തുകാരനും വാഗ്മിയുമായ ശ്രീ വിനോദ് വൈശാഖിയുടെ ചായക്കടപ്പുഴയും കാവ്യരംഗത്ത് കൂടുതൽ ചലനങ്ങളും പ്രസാദാത്മകതയും ഒക്കെ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ എഴുത്തുകാർക്കും ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച പാപ്പാത്തി ബുക്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മാക്സിമം 3 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പം നന്ദിയാണ്. വിനോദിയേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പി കെ ഗോപൻ എന്ന ജ്യേഷ്ഠ സ്ഥാനീയനായ സാംസ്കാരിക പ്രവർത്തകൻ ഉൾപ്പെടെ വേദിയിലുള്ള എൻ്റെ സ്നേഹിതരെ, നെടുനീളൻ തട്ടടിച്ച നസീറിൻ്റെ പടം വച്ച പഴയ പാട്ടിറങ്ങുന്ന ഉണ്ടല്ലോ അങ്ങനൊരു കടയുണ്ടല്ലോ. ആ കട ഇപ്പോഴും ചായ അടിക്കുന്നു എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു, കരളിൽ കരുതുന്നു. ലാല് മനസ്സിലാക്കിയത് ആ ചായക്കട അവിടെ ഇല്ല എന്നതാണ്. അതാണ് അതിൻ്റെ ശരി, അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഒരു ചായക്കട അപ്രത്യക്ഷമാകുമ്പോൾ ഒരു പുഴയും അപ്രത്യക്ഷമാകുന്നു, ഒരു മനുഷ്യൻ അപ്രത്യക്ഷമാകുമ്പോൾ ചായയുടെ രുചിയും അപ്രത്യക്ഷമാകുന്നു എന്ന രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ കഴിഞ്ഞതിൽ സന്തോഷം. പക്ഷേ ഈ പുസ്തകം പുറത്തു വരുമ്പോൾ അതിൻ്റെ ഭംഗി കണ്ട് ഇപ്പോഴും ഞാൻ മിഴിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ എനിക്ക് പാപ്പാത്തിയോട് ശരിക്കും എൻ്റെ പുസ്തകം 1 വർഷം സൂക്ഷിച്ചു വച്ച് ഇപ്പോൾ പുറത്തിറക്കിയ സന്ദീപിനോടും ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഹൃദയരക്തം കൊണ്ട് വീണ്ടും എഴുതാം. ഇന്ന് ഈ പ്രകാശനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന ഏവരെയും എനിക്കറിയാം, സ്റ്റേജിലിരിക്കുന്നവരും പുറത്തിരിക്കുന്നവരും എല്ലാവരും ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്. ഇനിയും അങ്ങനെ തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ചായക്കട പുഴയുടെ ആ ഒഴുക്കിനനുസരിച്ചുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഡോക്ടർ കെ ബി സെൽവമണി. പ്രിയപ്പെട്ടവരെ, മലയാളത്തിൽ ഈ കഥയിൽ വളരെ സജീവമായി നിൽക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 10 എഴുത്തുകാരുമായി ഞാൻ നടത്തിയൊരു അഭിമുഖമാണ് ഈ പുസ്തക രൂപത്തിലെത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ പുസ്തകം വായിക്കണമെന്നും ഈ കഥാകൃത്തുക്കൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളോടുള്ള യോജിപ്പും നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് പ്രസാദ് ചേട്ടനെ. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും മണിക്കൂറോളം സംസാരിക്കുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ വാക്കുകൾക്ക് കിട്ടാതെ പ്രയാസപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. അങ്ങനെ വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷമാണിത്. ഈ പുസ്തക പ്രകാശനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സ്പീക്കർ വിദ്യാർത്ഥികാലത്തെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തോടൊപ്പം ഒരാഴ്ചക്കാലം കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് കഴിയാനുള്ളൊരു ഭാഗ്യം കൂടി ലഭിച്ച ഒരാൾ കൂടിയാണ് വിദ്യാർത്ഥി കാലത്ത് എന്നൊരു കൂട്ടിച്ചേർക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ പുസ്തക പ്രകാശനം നിർവഹിച്ചിട്ടുള്ള ശ്രീ GS പ്രദീപ്. ഈ പുസ്തകത്തിൻ്റെ പേര് ഭൂപടം വരക്കുന്ന ഉച്ചനേരങ്ങളിൽ എന്നാണ്. ആ പുസ്തകത്തിൻ്റെ ആ ടൈറ്റിലും ആ കവിതയും ആദ്യമായിട്ട് ഞങ്ങൾ ചൊല്ലുന്നത് മട്ടന്നൂരിലെ എയർപോർട്ടിന് മുന്നിലൊരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിഭാസംഗമം എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരേണ്ട സമയത്ത് ഫ്ലൈറ്റ് 3 മണിക്കായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ 3 മണി വരെ നമുക്ക് കവിത ചൊല്ലാം എന്ന് പറയുന്നു. അദ്ദേഹവും ഞങ്ങളൊക്കെ കൂടി ചേർന്നുകൊണ്ട് അത്രയും സമയം അവിടെ കവിത ചൊല്ലുമ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഈ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കവിത. അവിടെ ആ ടൈറ്റിൽ കണ്ടപ്പോൾ ഈ പേര്
ഒരു പുസ്തകത്തിൽ ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു പേരാണെന്ന് ആദ്യം നിർദ്ദേശിച്ചതാണ്. ആ പേരുള്ള പുസ്തകം അദ്ദേഹം തന്നെ ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു എന്ന് പറയുന്ന ഒരു ഭാഗ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏതായാലും ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കും. മട്ടന്നൂരിൽ നിന്ന് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിലിനകത്ത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, പ്രകാശനം നിർവഹിച്ചവർക്കും ഏറ്റുവാങ്ങിയവർക്കും അധ്യക്ഷനായിട്ടുള്ള ഗോപൻ സാർ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുന്നു.